മധ്യപൂർവ്വ ഏഷ്യയിലെ രാഷ്ട്രീയ സൈനിക സമവാക്യങ്ങൾക്ക് വീണ്ടും അതീവ സങ്കീർണ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ശക്തമായ സഖ്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇറാനെതിരായ സമ്മർദ്ദം വർദ്ധിക്കുന്നതിനിടെ തെഹ്റാനിൽ നിന്ന് ഉയരുന്ന ഒരു കടുത്ത മുന്നറിയിപ്പ് ആഗോള ശ്രദ്ധ നേടിക്കഴിഞ്ഞു. അമേരിക്കയും ഇസ്രായേലും നടത്തുന്ന നടപടികൾക്ക് മറുപടിയായി വലിയൊരു അത്ഭുതം ഒരുക്കിയിട്ടുണ്ടെന്ന് ഇറാന്റെ അവകാശവാദം സംഘർഷം കൂടുതൽ ഗുരുതര ഘട്ടത്തിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായി വിലയിരുത്തപ്പെടുന്നു. ലെബനീസ് മാധ്യമത്തിനോട് സംസാരിച്ച ഒരു മുതിർന്ന ഇറാനിയൻ സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് ഈ മുന്നറിയിപ്പ് തുറന്നു പറഞ്ഞത്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന സൈനിക തന്ത്രങ്ങളെയും അവകാശവാദങ്ങളെയും അദ്ദേഹം ശക്തമായി വിമർശിച്ചു. പ്രത്യേകിച്ച് അമേരിക്കൻ ലക്ഷ്യങ്ങൾ ചലനാത്മകമാണ് എന്ന വാദം യഥാർത്ഥത്തിൽ യാതൊരു സൈനിക പ്രാധാന്യമില്ലാത്തതാണെന്നും അത് വെറും പദപ്രയോഗം മാത്രമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഈ പ്രതികരണം അമേരിക്കയുടെ യുദ്ധരീതികളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നതാണ്. ഇറാന്റെ നിലപാട് വ്യക്തവും കൃത്യവുമാണെന്ന അദ്ദേഹത്തിന്റെ വാദം. അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ വ്യക്തതയില്ലാത്തപ്പോൾ ഇറാൻ തങ്ങളുടെ ടാർഗറ്റ് ബാങ്ക് അടിസ്ഥാനമാക്കി കൃത്യമായ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുകയാണെന്നും അദ്ദേഹം വിശദീകരിച്ചു. ഇതൊരു പ്രതിരോധ നയം മാത്രമല്ല, മറിച്ച് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത സ്ട്രാറ്റജിക് ആക്രമണ രീതിയാണെന്നും സന്ദേശമാണ് ഈ പ്രസ്താവന നൽകുന്നത്. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇറാൻ തങ്ങളുടെ സൈനിക ശേഷിയിൽ ആത്മവിശ്വാസം പുലർത്തുന്നു എന്നതിന്റെ സൂചനയായി കാണപ്പെടുന്നു. ഇതിനൊപ്പം യുദ്ധഭൂമിയിൽ സാഹചര്യങ്ങളെക്കുറിച്ചും ഇറാനിയൻ അവരുടെ വിലയിരുത്തലുകൾ മുന്നോട്ട് വയ്ക്കുന്നു. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ പലതും ലക്ഷ്യത്തിലെത്താത്തത് പരാജയപ്പെട്ടു എന്നാണ് അവർ ആരോപിക്കുന്നത്. ഇറാൻ നിരവധി അമേരിക്കൻ വിമാനങ്ങളെ ലക്ഷ്യമിട്ടതായി അവകാശപ്പെടുന്ന സാഹചര്യത്തിൽ യുദ്ധഭൂമിയിൽ അമേരിക്കയുടെ ദൗർബല്യങ്ങൾ പുറത്തായതായി അവർ വിലയിരുത്തുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ യഥാർത്ഥ സൈനിക നേട്ടങ്ങൾക്ക് പകരം മാധ്യമങ്ങളിലൂടെ വിജയത്തിന്റെ പ്രതിച്ഛായ സൃഷ്ടിക്കാൻ യു എസ് ശ്രമിക്കുന്നുവെന്ന് ആരോപണമുയർന്നു. ഈ ആരോപണങ്ങൾ കൂടുതൽ ശക്തമാകുന്ന രീതിയിലാണ് അമേരിക്കൻ ഭരണകൂടത്തിനെതിരായ വിമർശനങ്ങളും ഉയരുന്നത്. പ്രത്യേകിച്ച് ട്രംപ് നേതൃത്വത്തിലുള്ള ഭരണകൂടം മാധ്യമങ്ങളെ ഉപയോഗിച്ച് യുദ്ധവീക്ഷണങ്ങളെ മാറ്റാൻ ശ്രമിച്ചതായും ഇറാനിയൻ വൃത്തങ്ങൾ ആരോപിക്കുന്നു. യഥാർത്ഥ സൈനിക ലക്ഷ്യങ്ങൾക്ക് പകരം പാലങ്ങൾ പോലുള്ള പൊതുസൗകര്യങ്ങളെ പ്രധാന ലക്ഷ്യങ്ങളായി ചിത്രീകരിച്ച സൈനിക തന്ത്രമല്ല എന്നും മറിച്ചൊരു പ്രചാരണ നീക്കമാണെന്നും അവർ അഭിപ്രായപ്പെട്ടു. ഈ സാഹചര്യത്തിൽ യുദ്ധം വെറും സൈനിക ഏറ്റുമുട്ടൽ ഒതുങ്ങില്ല എന്നും വിവരയുദ്ധവും പ്രചാരണ യുദ്ധവും ചേർന്ന് ഒരു സമഗ്ര സംഘർഷമായി മാറ്റിയിരിക്കുകയാണെന്നും വ്യക്തമാണ്. ഇരു വിഭാഗം തങ്ങളുടെ നിലപാട് ശക്തിപ്പെടുത്താൻ മാധ്യമങ്ങളെയും പൊതുജനാഭിപ്രായത്തെയും സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകുന്നു. മൊത്തത്തിൽ ഇറാനിൽ നിന്ന് ഉയർന്ന ഈ വലിയ അത്ഭുതം എന്ന മുന്നറിയിപ്പ് ഒരു സാധാരണ പ്രസ്താവനയായി മാത്രം കാണാനാകില്ല. അതൊരു മാനസിക സമ്മർദ്ദ തന്ത്രമോ അല്ലെങ്കിൽ അടുത്ത ഘട്ടത്തിൽ നടക്കാനിരിക്കുന്ന സൈനിക നീക്കങ്ങളുടെ സൂചനയോ ആയിരിക്കാം. അമേരിക്കയും ഇസ്രായേലും ഈ മുന്നറിയിപ്പിനെ എങ്ങനെ വിലയിരുത്തും, അതിനെ എങ്ങനെ പ്രതികരിക്കുമെന്നത് അടുത്ത ദിവസങ്ങളിൽ നിർണായകമാകും. ഇതിനിടെ ഇറാൻ മുന്നോട്ട് വയ്ക്കുന്ന വലിയ അത്ഭുതം എന്താണെന്ന ചോദ്യമാണ് അന്താരാഷ്ട്ര സമൂഹത്തെ ആശങ്കപ്പെടുത്തുന്നത്. അതൊരു പുതിയ സാങ്കേതിക ആയുധമാണോ അല്ലെങ്കിൽ ഒരു അപ്രതീക്ഷിത സൈനിക നീക്കമോ? ഇതിനെക്കുറിച്ച് വ്യക്തമായ വിശദീകരണം നൽകിയിട്ടില്ലെങ്കിലും സമയപരിധി വളരെ കുറവാണെന്ന സൂചന ഈ ഭീഷണിയുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് തെക്കൻ ഇറാനിലെ സംഭവ വികാസങ്ങൾ ഈ നീക്കങ്ങൾക്ക് അനുകൂലമാണെന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി. ഈ മേഖല ഭൗമരാഷ്ട്രീയമായി അതീവ പ്രാധാന്യമുള്ളതാണ്. ഹോർമോസ് കടലൊടുക്കിനോട് അടുത്തുള്ള ഈ പ്രദേശം ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നാണ്. ഇവിടെ ഉണ്ടാക്കുന്ന ഏതൊരു സൈനിക നീക്കവും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ബാധിക്കാനിടയുണ്ട്. ഇറാൻ ഉപയോഗിക്കുന്ന യുദ്ധരീതികൾ അസാമാന്യമായ യുദ്ധം എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. സാങ്കേതികമായും സാമ്പത്തികമായും ശക്തമായ ശത്രുക്കളെ നേരിടാൻ ചെറിയ രാജ്യങ്ങൾ സ്വീകരിക്കുന്ന ഈ തന്ത്രം സൈബർ ആക്രമണം, പ്രോക്സി ഗ്രൂപ്പുകളുടെ ഉപയോഗം തുടങ്ങിയ രീതികളിൽ പ്രതിഫലിക്കുന്നു. ഇറാൻ ഈ രീതിയിൽ വലിയ പരിചയം നേടിയിട്ടുണ്ടെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി ഇറാൻ നേരിട്ടുള്ള യുദ്ധത്തിലേക്ക് കടക്കാതെ തന്നെ ശത്രുവിനെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നു. മേഖലയിലെ കൂട്ടുകെട്ടുകൾ, പ്രത്യേകിച്ച് ലെബനൻ, സിറിയ, ഇറാഖ് എന്നിവിടങ്ങളിലെ പ്രോക്സി ശക്തികൾ വഴിയുള്ള സമ്മർദ്ദം അമേരിക്കയും ഇസ്രായേലും വെല്ലുവിളിയാകുന്നു. ഇസ്രായേലിന്റെ പങ്കും ഈ സംഘർഷത്തിൽ നിർണായകമാണ്. ഇറാന്റെ ആണവ പരിപാടികളും മേഖലയിലെ അവരുടെ സ്വാധീനവും ഇസ്രായേലിന് വലിയ ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. ആയതിനാൽ അമേരിക്കയോടൊപ്പം ചേർന്ന് ഇറാനെ പ്രതിരോധിക്കാൻ ഇസ്രായേൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കൂടുതൽ വ്യാപകമായ സംഘർഷത്തിലേക്ക് നയിക്കാനുള്ള സാധ്യതയും ഉയരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.